ഈ പാസ് വേണമെന്നൊക്കെയാ പറയുന്നത്. മസനഗുഡി വഴി ഊട്ടി ട്രെൻഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് പക്ഷേ പോകുന്നത്. ക്യാമ്പിൽ ആനകൾക്ക് ഭക്ഷണം നൽകുന്നതിനായിട്ട് രാത്രികാലങ്ങളിൽ ഇവിടെ കടുവ ഒരു സ്ഥിരം കാഴ്ചയാണെന്നാണ് പറയുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളിപ്പോ നിലമ്പൂരാണുള്ളത്. ഇവിടെ നേരെ ഊട്ടിക്കാണ് പോകുന്നത്. അവിടെ തീരുമാനിക്കുക എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന്. ഇത് വലിയൊരു ലോങ് ട്രിപ്പാണ് ഞങ്ങൾ വിചാരിച്ചത്. ഭ്രാന്ത് കുറച്ച് കുറവായതുകൊണ്ട് ഞങ്ങളിപ്പോൾ തൽക്കാലത്തേക്ക് ഊട്ടി വരെ പോകുന്നുള്ളൂ. അതുകൊണ്ട് എൻ്റെ അടുത്ത് ട്രയലാണ്. നിലമ്പൂരിൽ നിന്ന് വീഡിയോ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടുന്ന് നമ്മളിപ്പോൾ ഒരു 100 കിലോമീറ്റർ കടന്നു. നിലമ്പൂരിൽ നിന്ന് ഊട്ടിക്ക് 100 കിലോമീറ്റർ അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ഊട്ടിലേക്ക് പോകുന്ന ബാക്കി കാഴ്ചകൾ കാണാം. വെൽക്കം ടു വാസ്കോഡൻസ് വ്ളോഗ്. നിലമ്പൂർ ഈ ഒരു റോഡിലെത്തുന്ന സമയത്ത് അതൊരു വേറെ വൈബാണ്. ഈ ഒരു റോഡും അതിൻ്റെ ചുറ്റിലുള്ള ആ മരങ്ങളും അത് നമുക്കൊരു പ്രത്യേക ഭംഗി തരുന്നുണ്ട്. നമ്മൾ ബൈക്ക് എടുത്ത് ഇങ്ങനെ ഒരു ലോങ് ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ കുറേ പ്രശ്നങ്ങൾ, ആൻസൈറ്റി, സ്ട്രെസ്സ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടെറിഞ്ഞ് നമ്മളുടെ ഫ്രീ ബേഡായിട്ട് ഇങ്ങനെ പറന്ന് നടക്കുന്ന ആ സെയിം ഫീലാണ്. നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്നത് നാടുകാണി ചുരം വഴിയാണ്. ഈ നാടുകാണി ചുരത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആനകൾ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണെന്നൊക്കെ ചില സൈൻ ബോർഡുകളൊക്കെ കാണാം. അപ്പോൾ നമ്മളായിരിക്കും ഇത്രയും സ്റ്റീപ്പായിട്ടുള്ളൊരു സ്ഥലത്ത് ആനകളൊക്കെ വരുമെന്ന്. കൃത്യമായിട്ട് കൂട്ടത്തോടെ ആനകൾ രാത്രിയൊക്കെ ഇറങ്ങി നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു നാടുകാണി ചുരം. അതിലൂടെയാണ് നമ്മൾ മേലോട്ട് കയറി ഊട്ടിയിലെത്താൻ പോകുന്നത്. നമ്മൾ നാടുകാണി കയറി പകുതി വഴിക്കെത്തി. അപ്പോൾ അവിടുന്ന് ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. അക്ഷയ് ഉണ്ട്, അർജുൻ ഉണ്ട്. ഇങ്ങോട്ട് നോക്കടാ. ഈ പാസ് വേണമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ പാസ് എവിടെ കിട്ടാനാന്ന് നമുക്ക് എവിടെ കിട്ടാന്ന് അറിയില്ല. എന്തായാലും പോട്ടെ, പോയിട്ട് മേലെ കയറിയിട്ട് നോക്കാൻ. ഇപ്പം കയറ്റോ ഇല്ലയോ എന്നുള്ളത്. ഇല്ലെങ്കിൽ 3G ആയി. കയറുകയാണെങ്കിൽ നമ്മൾ മേലെ കയറി അടിപൊളിയാക്കിയിട്ട് വരും. ഓക്കെ, മേലേക്ക് പോയിട്ട് അവിടെ എത്തിയിട്ട് കാണാം. നമ്മൾ വന്നപ്പോൾ അവിടെ നിന്നുണ്ടോ അവിടെ പോലീസുകാരിങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൈ കാണിച്ചിട്ടുണ്ട്. പേരെന്താ? ജ്ഞാനപ്രകാശ് ബ്രോ. നമുക്ക് ഇവിടുന്ന് സെറ്റാക്കി തരാണ്. ഈ പാസ് കിട്ടും. അഥവാ ഇപ്പോൾ വരിക ലോക്കായി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പാസ് നമ്മുടെ വണ്ടിയും ഡീറ്റെയിൽസും കാര്യങ്ങളും അടിച്ചിട്ട് ഇവിടുന്ന് ഈ പാസ് കിട്ടുന്നുണ്ട്. അവിടെ നമ്മൾ ഈ പാസ് കാണിച്ചിട്ട് അകത്തേക്ക് കയറി. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള പോലീസ് എല്ലാവരും. മീൻസ് ഇടയ്ക്ക് ചെറിയൊരു ബിസിനസ്സൊക്കെ കാണിച്ചു. കാരണം നമുക്ക് റൂം സെറ്റായോ അല്ലെങ്കിൽ റൂം സെറ്റാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാരൻ്റെ നമ്പർ തന്നിട്ട് അവരെ കൊണ്ട് വിളിപ്പിച്ച് അവിടെ തന്നെ റൂം ബുക്ക് ചെയ്യിപ്പിച്ചില്ല. അവിടുത്തെ ലൊക്കേഷനൊക്കെ അയച്ചു തന്നു. വേറെ ഒന്നും ബുക്ക് ചെയ്തില്ല. അങ്ങനെ നമ്മളെന്തായാലും അങ്ങോട്ടേക്ക് കയറി നാടുകാണി അവിടെ കയറി തിരിച്ച് ഊട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കലാണ്. ഗൈസ്, നമ്മൾ ഗൂഡല്ലൂരെത്തി. ഇനി ഇവിടുന്ന് ഊട്ടിക്ക് പോകണം. മസനഗുഡി വഴി ഊട്ടി ട്രെൻഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് പക്ഷേ നമുക്ക് ആ റൂട്ടിൽ ഒന്ന് ബൈക്ക് ഇതുവരെ കൊണ്ടുപോയില്ല. നമുക്ക് പണ്ടിപ്പോൾ കാറിൽ പോയതാണ്. ശരിക്കും നല്ല വെയിലുണ്ട്, പക്ഷേ മേലോട്ട് കയറിയ സമയത്ത് നല്ല തണുപ്പുണ്ട്. നമ്മൾ ഗൂഡല്ലൂർ ടൗണിൻ്റെ നടുവിലൂടെ പോയിക്കൊണ്ടിരിക്കലാണ്. ഇവിടെ തമിഴ്, മലയാളി ഒരു മിക്സഡ് കൾച്ചറിലാണ് ആളുകളൊക്കെ ജീവിക്കുന്നത്. ഈ ഒരു നഗരത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ വിട്ടെറിഞ്ഞ് കാടിൻ്റെ ആ ഒരു ഭംഗിയിലേക്ക് അല്ലെങ്കിൽ കാടിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അതെ, മുതുമല ടൈഗർ റിസർവിൻ്റെ ആ ഒരു കവാടം കടന്ന് നമ്മൾ അകത്തേക്ക് കയറാൻ പോവാണ്. ഇനി അങ്ങോട്ട് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവാത്ത കാഴ്ചകളാണ്. അതൊക്കെ നിങ്ങൾ കണ്ടു തന്നെ ആസ്വദിക്കും. ഈ ഒരു മുതുമല ടൈഗർ റിസർവ് 688 ചതുരശ്ര കിലോമീറ്ററിലായിട്ട് വ്യാപിച്ച് കിടക്കുകയാണ്. ഒരുപാട് അപകടകാരികളായ വന്യജീവികൾ ഉള്ളതുകൊണ്ട് തന്നെ രാത്രി 9 മണി മുതൽ രാവിലെ 6 മണി വരെ ഇതിനകം നടുവിലൂടെ മോട്ടോർ വാഹനങ്ങളൊന്നും കടത്തിവിടില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്തൂടെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു സമയം കൂടെയൊക്കെ ഒന്ന് കണക്കാക്കിയിട്ട് പ്ലാൻ ചെയ്യണം. ഈ ഒരു ടൈഗർ റിസർവ് കേരളം, തമിഴ്നാട്, കർണാടക ഈ 3 സംസ്ഥാനങ്ങളുടെയും ഒരു ജംഗ്ഷനിലാണെന്ന് പറയാം. ഇതിന് നമ്മുടെ വയനാടൻ വനമേഖലകളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. ഇതിന് നടുവിലൂടെ ശരിയായ കാടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ബൈക്കിൽ ഇങ്ങനെ പോകുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ്. ഇപ്പോൾ കുറച്ച് മരങ്ങളൊക്കെ ഉണങ്ങി അത്ര പച്ചപ്പൊന്നും ഇല്ലാത്ത രീതിയിലാണ് കാണുന്നത്. എന്നാലൊരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സ്വർഗമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ചുറ്റിലും പച്ച നിറത്തിലുള്ള മരങ്ങളും അതിൻ്റെ നടുവിലൂടെ ഒരു കറുത്ത റോഡും അതിലൂടെ നമ്മളിങ്ങനെ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നിങ്ങളൊരു ബൈക്ക് ഓടിച്ച് അല്ലെങ്കിൽ റൈഡിങ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ലൈഫിൽ ഒരു തവണയെങ്കിലും തീർച്ചയായിട്ടും വന്നിരിക്കേണ്ട റൂട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്.
ആനയൊക്കെ വരുന്ന സ്ഥലമാണോ? നമ്മൾ ഈ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന ഈ ഒരു പാലം നിങ്ങൾ പല റീൽസിലായിട്ട് കണ്ടിട്ടുണ്ടാവും. ആ പാലമൊക്കെ കടന്ന് നമ്മൾ മുന്നോട്ട് പോയ സമയത്ത് ഇവിടെ ഒരുപാട് മാൻകൂട്ടങ്ങളെ കാണും. അവർ കൂട്ടത്തോടെ ഇങ്ങനെ മേഞ്ഞ് നടക്കലാണ്. കാടിന്റെ നടുവിലായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ റോഡ് പണികളും ഒക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് മയിലുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. മയിൽ പൊതുവെ വരണ്ട പ്രദേശങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് ഈ അടുത്ത എവിടെയോ വായിച്ചിട്ടുണ്ട്. അപ്പോൾ മുന്നിലെ റോഡിലേക്കൊക്കെ വരാനും കാരണം ഈ റോഡിലൂടെ പോകുന്ന ആളുകൾ അതിന് ഫുഡൊക്കെ കൊടുക്കുന്നത് കൊണ്ടാണ്. ദൂരത്തൊരു കൊമ്പൻ, അത് ഇവിടെ കാട്ടിലുള്ളതൊന്നല്ല കേട്ടോ, അത് ഇവിടെ വളർത്തുന്നതാണ്. അങ്ങനെ മുതുമല ടൈഗർ റിസർവ് ക്രോസ് ചെയ്ത് നമ്മളിതാ ഇവിടെ ആ ചെക്ക് പോസ്റ്റ് ഇങ്ങോട്ട് ഇപ്പോൾ കഴിഞ്ഞ് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും. നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. വീണ്ടതാണോ കണ്ടോ, ഒരാളെ കണ്ടോ, മുടിയനായ പുത്രൻ. പിന്നെ അതാ നിങ്ങൾ നോക്കിയാൽ കാണാം ഇവിടെ ഇത് കണ്ടോ, മേലോട്ടേക്ക് ഇത് കണ്ടോ, ഫുള്ളായിട്ട് റെഡ് കളറാണ്. വാഗ എന്നല്ലേ പറയുന്നത് കേട്ടോ. ആ ഗുൽമോഹർ, അതന്നെ ഗുൽമോഹർ എന്ന് പറയുന്ന സാധനം അടിപൊളിയായിട്ടുണ്ട്. അറച്ചും ആടാ നമ്മളെ വണ്ടി ഇതാ അത്രയാ ഫുള്ള് സാധനങ്ങൾ ഇവിടെ കെട്ടിയിട്ടതാണ്. ആ എൻ്റെ ബാഗ് ഇതിനകത്ത് നിങ്ങൾ വിചാരിക്കും ഈ ബോക്സിനകത്തൊക്കെ ആക്കിയാന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. പക്ഷെ എന്താ സംഭവം, ഷഡ്ഡി വക സാധനങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ വെള്ളം ഇന്നിവിടെ തൂക്കിയിട്ടതാണ്. ബാക്കി വെള്ളം അതിൻ്റെ അകത്തുണ്ട് അല്ലേ, ഞാൻ കാണിക്ക്, അത് കാണിക്ക്. ഇതിങ്ങനെ ഊരുന്നു, ഇതാണ് സെറ്റപ്പ്. നല്ല കോലായിട്ട് എന്തായാലും വൺ എക്സ്പീരിയൻസ് ആട്ടോ മസനഗുഡി ഊട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ ഇപ്പം ഇങ്ങോട്ട് വന്ന റൂട്ട് തന്നെ ഭയങ്കര അടിപൊളിയാണ്. ശരിക്കും കൊല്ല മഴയൊക്കെ പെയ്തിട്ട് കുറച്ചുകൂടെ പച്ചപ്പൊക്കെയുള്ള സമയത്താണ് വന്നിരുന്നെങ്കിൽ വേറെ ലെവലാവുമായിരുന്നു. ഇപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്, വീഡിയോ കണ്ടില്ലേ, അതുപോലെയാണുള്ളത്. അപ്പോൾ എന്തായാലും മഴ പെയ്ത സമയത്ത് ഒന്നുകൂടി വരണമല്ലേ അക്ഷയ്, അടിപൊളിയാണ്. ആ സമയത്ത് ഇത് മസനഗുഡി വഴി ഊട്ടി എന്ന് പറയുന്ന സംഭവം ട്രെൻഡിങ് ആയിരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഫുൾ ബ്ലോക്ക്, ഫുള്ള് പ്രശ്നമായിരുന്നു. മറ്റേ അസ്ലം മോയമിൻ്റെ വീഡിയോ ഇറങ്ങിയില്ലോ, മസനഗുഡി വഴി ഊട്ടി വല്ലാത്ത എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. അത് ആ ഫീല് പറഞ്ഞിട്ട് ആ ഫീൽ ആൾക്കാർക്ക് അവിടെ നിന്ന് തന്നെ കിട്ടിയോണ്ട് നേരെ വണ്ടി എടുത്ത് ഒരുപാട് ആളുകൾ വന്നിട്ട് ഇവിടെ ഫുൾ ബ്ലോക്ക് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മാറി വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം എന്താണ് കുറച്ച് ഡ്രൈ ആണെന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ തണുപ്പുണ്ട് കേട്ടോ, നമ്മളെ നാട് പോലെയല്ല, നമ്മുടെ നാട്ടിൽ ഭയങ്കര ചൂടാണ്. ഇപ്പോൾ ഇവിടെ കുറച്ച് തണുപ്പുണ്ട്. ദൂരത്തായിട്ടൊരു കൊമ്പൻ നടന്നു വരുന്നത് കണ്ടോ. ആ കൊമ്പൻ ഇപ്പോൾ ഇറങ്ങി ക്രോസ് ചെയ്ത് വരുന്ന ആ ഒരു നദിയാണ് മോയാർ നദി. ഈ നദിയുടെ തീരത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന തെപ്പക്കാട് ആനത്താവളത്തിലെ ഒരു ആനയാണത്. ഇവിടെ ക്യാമ്പിലെ ആനകൾക്ക് ഭക്ഷണം നൽകുന്നതിനായിട്ട് രാവിലെയും വൈകുന്നേരവും സന്ദർശകർക്കായിട്ട് തുറന്നിട്ടിട്ടുണ്ട്. രാവിലെ 8:30 മുതൽ 9 മണി വരെയും വൈകുന്നേരം 5:30 മുതൽ 6 മണി വരെയുമാണ് ആനകൾക്ക് ഭക്ഷണം നൽകാനുള്ള സമയം. ഈ സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ ആനകളുടെ അടുത്തേക്ക് ആളുകളെ കടത്തിവിടുള്ളൂ. ഇത്തരത്തിൽ ഒട്ടനവധി എലിഫന്റ് ക്യാമ്പുകൾ ഉണ്ടെങ്കിലും ഇവിടെയുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തെപ്പക്കാട് ആനത്താവളമാണ്. തിരക്കില്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വന്നിട്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം. തിരക്കുള്ള സമയത്താണെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് മാത്രമേ സന്ദർശകർക്ക് അകത്തേക്ക് പ്രവേശനമുള്ളൂ. ആനകളുടെ തീറ്റ ശീലങ്ങളും അവരുടെ ദിനചര്യയും ഒക്കെ അടുത്തറിയാനും ഒക്കെയുള്ള ഒരു അവസരമാണ് ഈ ഒരു ആനത്താവളങ്ങൾ. 1927 ആരംഭിച്ചത്. ഇവിടെ ഇപ്പോൾ 2 കുട്ടിയാനകൾ ഉൾപ്പെടെ 28 ആനകളെ പരിപാലിക്കുന്നുണ്ട്. ഇനി നമ്മൾ മസനഗുഡിയെ ലക്ഷ്യമാക്കിയുള്ള പോക്കാണ്. ഈ ഇടുങ്ങിയ വഴിയിലൂടെ വേണം നമുക്ക് മസനഗുഡിയിലെത്താൻ. ചുറ്റിലും കണ്ടില്ലേ, മൊത്തം ഡ്രൈ ആയിട്ട് മരങ്ങളിൽ ഇലയൊന്നും ഇല്ലാതെ ഒരുമാതിരി ബാഹുബലിയെ കട്ടപ്പ പുറകെ നിന്ന് കുത്തിയ പോലത്തെ ഒരു സ്ഥലം. വേഗം മസനഗുഡി എത്തണം, കാരണം മസനഗുഡിയിൽ എത്തിയിട്ട് പിന്നെയും നമുക്ക് ഒരുപാട് ദൂരം മേലോട്ടേക്ക് ഊട്ടിയിലേക്ക് പോകാനുണ്ട്. പിന്നെ ആ ഭംഗിയുള്ള മസനഗുഡി വഴി ഊട്ടി എന്ന് പറയുന്നൊരു ഭാഗമുണ്ടല്ലോ, അത് നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. കാരണം നമ്മൾ മസനഗുഡി എത്തുമ്പോഴേക്കും രാത്രിയാവും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പിന്നെ ഊട്ടി വരെയുള്ള യാത്ര മൊത്തം ഇരുട്ടിലായിരിക്കും. അതുകൊണ്ട് തന്നെ കാഴ്ചകൾ കാണാനൊന്നും പറ്റൂല. മസനഗുഡി മുതൽ ഊട്ടി വരെയുള്ള റോഡ് 1 വേ ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ. 2 ദിശയിലേക്ക് പോകാനുള്ള വഴിയുണ്ട്. പക്ഷേ നമ്മൾ 36 ഹെയർപിൻ വളവുകൾ ക്രോസ് ചെയ്തിട്ട് വേണം, അത് വളരെ സ്റ്റീപ്പായിട്ടുള്ള 36 ഹെയർപിൻ വളവുകൾ ക്രോസ് ചെയ്തിട്ട് വേണം ഊട്ടിയിലെത്താൻ. അതുകൊണ്ട് തന്നെ അത് കയറുന്നതിനേക്കാളും പ്രയാസമാണ് താഴോട്ടേക്ക് ഇറങ്ങാൻ.
കണ്ടോ അല്ലേ? ഭാഷ മറ്റേ എടാ മറ്റാള് വാൻ വൈബില വെള്ളം കുടിക്കുന്നു. അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് മസനഗുഡി എത്തി. ഇനി അങ്ങോട്ടേക്കാണ് ടാസ്ക്. ഇവിടുന്ന് ഊട്ടിക്ക് 29 കിലോമീറ്റർ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഹെയർ പിൻ വളവുകളുള്ള ആ ഒരു ചുരം കയറി വേണം നമുക്ക് ഊട്ടിയിലെത്താൻ. രാത്രി കാലങ്ങളിൽ പോകാൻ കുറച്ച് ഡേഞ്ചറാണ്. രാത്രി കാലങ്ങളിൽ ഇവിടെ കടുവ ഒരു സ്ഥിരം കാഴ്ചയാണെന്നാണ് പറയുന്നത്. അപ്പോൾ കടുവേനൊക്കെ കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കുറച്ച് ഡേഞ്ചറാണ്, കാരണം നമ്മൾ ബൈക്കിലാണല്ലോ. ഒരിക്കലും നമ്മൾ ഈ മസനഗുഡി വഴി ഊട്ടിക്കുള്ള ഈ ഒരു സ്ഥലത്ത് രാത്രി ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം രാത്രി ഭയങ്കര ഡേഞ്ചറുമാണ്. ആ ഒരു ഭംഗി ആസ്വദിക്കാനും പറ്റില്ല. സത്യം പറയാലോ, മനസ്സിൽ എവിടെയോ കുറച്ച് പേടിയുണ്ട്. 18 വയസ്സ് കഴിഞ്ഞ പാടെ ലൈസൻസ് കിട്ടി ഇനി ബൈക്കെടുത്ത് ഓടിക്കാലോ എന്ന് വിചാരിച്ച് ആരും മസനഗുഡി വഴി ഊട്ടിക്ക് കയറി വരുന്നത് കുറച്ച് റിസ്ക് ആണ്. കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് മാത്രമേ മുകളിലേക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ സേഫായിട്ട് ഓടിച്ചെത്താൻ പറ്റുള്ളൂ. സേഫായിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ മുന്നിൽ പോകുന്ന കാറോ അതിൻ്റെ അത്തരത്തിൽ ഏതെങ്കിലും വലിയ വണ്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകിലായിട്ട് പോകാൻ ശ്രമിക്കുക. ഇത്തരത്തിൽ മൊത്തം ലൈറ്റൊക്കെ കത്തിച്ചിട്ടുള്ള ബസ്സിൻ്റെ ബാക്കിലായിട്ട് പോകുമ്പോൾ വലിയൊരു പ്രയാസമൊന്നും ഉണ്ടാവില്ല. ഈ ഒരു പ്രദേശത്തേക്കൊന്നും ഒരു വന്യജീവികളും അടുക്കാൻ വലിയ സാധ്യതയില്ല. എങ്ങനെയൊക്കെയോ ഓടിച്ച് ഞങ്ങൾ മുകളിലെത്തി. അതാ ഈ കാണുന്ന ആ ഒരു വലിയ നഗരമുണ്ടല്ലോ, അതാണ് ഊട്ടി അഥവാ ഉദകമണ്ഡലം. ഇനി നമുക്കിവിടെ എവിടെയെങ്കിലും റൂം എടുക്കണം, സ്റ്റേ ചെയ്യണം. നാളെ രാവിലെ ഊട്ടി ഒന്ന് കറങ്ങണം. അടുത്ത വീഡിയോ ഊട്ടിയിലെ മനോഹരമായ വ്ളോഗായിരിക്കും. അപ്പോൾ അതുവരേക്കും ഈ ചാനലിൽ നിന്നും തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു ബൈ.